അനാഥനായി ജനിച്ച എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു സന്തോഷവും ലഭിച്ചിട്ടില്ല. എപ്പോഴും ഒറ്റപ്പെടലും സഹതാപവും മാത്രമായിരുന്നു. ആ സമയത്താണ് ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം കാണിച്ച് കൂടെ കൂടിയത്. പക്ഷെ അതും വെറും കാപട്യമായ സ്നേഹമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ തന്നിട്ട് അവളും പോയി. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഈ ജന്മത്തെക്കുറിച്ച്, ആർക്കും വേണ്ടാത്ത ഈ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വയം ശപിച്ചിട്ടുണ്ട്. ഭഗവാനോട് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഗായത്രി, നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഭഗവാൻ എന്നെ ഇത്രയേറെ ഇഷ്ടപ്പെടുത്തിയതെന്ന്. എന്നെ വിട്ട് ഒരിക്കലും പോവല്ലേടാ. നിറഞ്ഞ കണ്ണുകളോടുകൂടി അവൻ ഗായത്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ വാക്കുകളെല്ലാം ഗായത്രിയുടെ ഹൃദയത്തിൽ നോവായി പടർന്നു. അവൾക്ക് അവനോട് തോന്നിയ സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ മുഖം കയ്യിലെടുത്ത് അവൾ മെല്ലെ തലോടി. എന്നിട്ട് അവൻ്റെ നെറുകയിൽ ഒരു സ്നേഹമുത്തം നൽകിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഉറപ്പിച്ചു പറഞ്ഞു, രുദ്ര, ഇനി ഒരു ശക്തിക്കും ഒരു കാരണവശാലും എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല കേട്ടോ. ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് പോകുമില്ല. നമ്മളെന്നും ഇതുപോലെ ഒന്നിച്ച് കുറച്ച് വഴക്കൊക്കെ ഇട്ട് ഒരുപാട് സ്നേഹിച്ച് എന്നും ജീവിക്കും നമ്മുടെ മോളോടൊപ്പം, അവൾ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ അവന് നൽകിയ ആശ്വാസവും സന്തോഷവും ചെറുതായിരുന്നില്ല. അവൻ്റെ മുഖം പ്രകാശിച്ചു. എടോ, ഇനി താൻ സമാധാനത്തോടെ കിടന്നോ, ഞാൻ വേഗം പോയി ഫുഡ് ഉണ്ടാക്കാം. അവൻ്റെ കയ്യിലെ മുറിവ് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് പോകാൻ നിന്നു. അപ്പോഴാണ് രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് മെല്ലെ വലിച്ചത്. അവൾ എന്താ എന്ന ഭാവത്തിൽ കണ്ണുകൊണ്ട് ചോദിച്ചു. അത് ഒരു കാര്യം ചോദിച്ചാൽ നീ തെറ്റിയിരിക്കുമോ? ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എന്നാൽ സംശയത്തോടെ അവൻ ചോദിച്ചു. അവൾക്ക് ചിരി പുറത്തു വന്നെങ്കിലും അതവൾ അടക്കി പിടിച്ചു. ചോദിക്ക്, കേൾക്കട്ടെ, അവൾ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ മുഖം മാറ്റി പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു. അത് ശിവമോളെ മാറോട് ചേർത്ത് പിടിച്ച് താൻ കിടക്കാറില്ലേ, അതുപോലെ എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കിടക്കുമോ എൻ്റെ കൂടെ എന്ന്. അവൻ്റെ ചോദ്യം കേട്ട് ഗായത്രി ഒന്ന് പുഞ്ചിരിച്ചു. ഈ നിമിഷങ്ങൾ അവൾക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകി. അവൾ വീണ്ടും അവൻ്റെ അരികിൽ ബെഡിലായി ഇരുന്നു. എന്നിട്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ മലർന്നു കിടന്നു. എന്നിട്ട് അവളുടെ രണ്ട് കൈയും അവന് വേണ്ടി നീട്ടി. ശരിക്കും രുദ്രന് വിശ്വസിക്കാനായില്ല. അവൻ അധികം ഒന്നും ആലോചിച്ചില്ല. ഒരു കുഞ്ഞിനെ പോലെ അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അവൻ്റെ തല അവളുടെ മാറിലായി. ഇരു കൈ കൊണ്ടും രുദ്രൻ അവളെ പുണർന്നു. ഗായത്രിയാണെങ്കിൽ ശിവമോളുടെ തലയിൽ തലോടുന്ന വാത്സല്യത്തോടുകൂടി അവൻ്റെ തലയിൽ തലോടി അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ വാത്സല്യ ചൂടേറ്റും മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും മാഞ്ഞും അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഗായത്രി അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. ഇത്രയും കാലം തനിക്ക് വേണ്ടി കാത്തിരുന്ന തൻ്റെ പ്രണയത്തെ, തൻ്റെ ഭർത്താവിനെ അവൾക്ക് ഒരു തടസ്സവുമില്ലാതെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവർ മറ്റെല്ലാം മറന്നുകൊണ്ട് പരസ്പരമുള്ള സ്നേഹച്ചൂടേറ്റ് അതിൽ ലയിച്ചുറങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ അവർക്കിടയിൽ നിന്ന് കടന്നുപോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മെല്ലെ പതിയെ ആദ്യമേ എഴുന്നേറ്റത് രുദ്രനാണ്. അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ ഗായത്രിയുടെ മാറിലാണ് തലചായ്ച്ച് കിടക്കുന്നതെന്ന് അവന് ബോധ്യമായി. ആ നിമിഷം ഇത്രനേരം താൻ അങ്ങനെയാണ് കിടന്നുറങ്ങിയത് എന്ന് അവന് വിശ്വസിക്കാനായില്ല. അവൻ മെല്ലെ തലയുയർത്തി അവളെ നോക്കി. നല്ല ഉറക്കത്തിലായിരുന്നു അവൾ. അവളുടെ മുഖത്ത് ഒരു ശാന്തത നിഴലിച്ചിരുന്നു. അവളുടെ സൗന്ദര്യം അവൻ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. താൻ എത്ര ഭാഗ്യവനാണ്. മനസ്സിൽ 1000 തവണ അവൻ മന്ത്രിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് തന്നെ തല ചായ്ച്ചു. എന്നിട്ട് കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ അവളെ നോക്കിക്കൊണ്ട് കിടന്നു. ഓരോ നിമിഷവും അവൻ ആ സ്നേഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവളും എഴുന്നേറ്റത്. അവൾ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന രുദ്രനെയാണ്. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എഴുന്നേറ്റോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവനൊന്നും മൂളി. അതിനുശേഷം അവളെ അവൻ കൂടുതൽ ചേർത്ത് പിടിച്ചു. സമയം എത്രയാണെന്നറിയോ? അവൾ ചിരിയോടെ ചോദിച്ചു. എന്നിട്ട് ഗായത്രി ബെഡ് സൈഡിലെ ക്ലോക്കിലേക്ക് നോക്കി. അപ്പോൾ സമയം ഏകദേശം 2 മണിയായിരുന്നു. സമയം 2 മണിയായി ചെക്ക, ഈ നിൽക്ക്, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? അവൾ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു. വേണ്ട,
എനിക്കിങ്ങനെ കിടന്നാൽ മതി, തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട്. അയ്യടാ, എഴുന്നേറ്റ് മരുന്ന് കഴിക്കാനുള്ളതാ. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കാം പ്ലീസ് മാഡം. അവൻ്റെ മാഡം വിളി കേട്ടപ്പോൾ ഗായത്രിക്ക് ചിരി വന്നു. ഞാൻ മാഡമാണെന്ന ബോധമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ഗായത്രി ചോദിച്ചു അവനോട്. അതിനവൻ ചിരിച്ചിട്ട് പറഞ്ഞു, അതെ അതെ മാഡമാണ്, പക്ഷെ എൻ്റെ കെട്ടോളമാണല്ലോ എന്ന്. അപ്പോൾ ഗായത്രി കളിയാക്കലോടെ ചോദിച്ചു, ഓ അപ്പം കെട്ടോളാണെന്ന ബോധമുണ്ടല്ലേ? അപ്പോൾ ഇനി ഉമ്മ വെച്ചാലും കെട്ടിപ്പിടിച്ചാലും ഒക്കെ സോറി ചോദിക്കോ എന്ന്. ഗായത്രിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ അവളെ നോക്കി. എന്നെ ആക്കിയതാണല്ലേ, എനിക്ക് ഇനി സോറി പറയേണ്ട ആവശ്യമില്ല, എന്തും ചെയ്യാം, എൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെഞ്ചിൽ നിന്ന് ഉയർന്ന് അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. എന്നിട്ട് അവളുടെ നേർത്ത ചുണ്ടിൽ ഒരു മണിമുത്തം നൽകി. ആ മുത്തം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ കുഞ്ഞുമുത്തം അവൾക്ക് നൽകി അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. രണ്ടാളും പരസ്പരം എല്ലാം മറന്നുപോയി. ആ നിമിഷം അവളുടെ ചുണ്ടിനെ സ്വതന്ത്രമാക്കിയെങ്കിലും അവയെ വിട്ടുപോവാൻ അവൻ്റെ മനസ്സിന് കഴിഞ്ഞില്ല. അവളുടെ കണ്ണിൽ നോക്കി വീണ്ടും അവൻ അവളുടെ ചുണ്ടിനോടടുത്തു. പിന്നെ അങ്ങോട്ട് പ്രണയത്തിന്റെ മത്സരമായിരുന്നു രണ്ടാളുടെ. ചുംബനങ്ങളാൽ അവർ തളർന്നുപോയി. ഗായത്രി അവന്റെ നെഞ്ചിലേക്ക് തന്നെ വീണുപോയി കിടപ്പോടെ. ഇതെല്ലാം പുതുമയുള്ളതായി തോന്നി അവൾക്കും അവനും. യഥാർത്ഥ പ്രണയം അവർ രുചിച്ചു നോക്കുകയായിരുന്നു. ഓരോ നിമിഷം ഓരോ മാത്രയും പരസ്പരം ഒന്നായിക്കൊണ്ട് അവളുടെ ശരീരത്തിലെ ഓരോ അണുവിൻ്റെയും മധുരം അവൻ നുകർന്നെടുത്തു. ഒരു തരം ആവേശത്തോടെ. 100,000 ചുംബനങ്ങളിലൂടെ ഗായത്രിയും രുദ്രനും ചേർന്ന് അവരുടെ പ്രണയത്തിൻ്റെ ഒരു കാവ്യം തന്നെ സൃഷ്ടിച്ചു. പിന്നെയും സമയം ഒരുപാട് കടന്നുപോയി. ആ സമയം മുഴുവനും അവരുടെ പ്രണയം പൂത്തുലയുകയായിരുന്നു. അങ്ങനെ വൈകിട്ടായി. ഗായത്രി വേഗം പോയി ഫ്രഷായി സുന്ദരിക്കുട്ടിയായി കിച്ചണിലേക്ക് കയറി. രുദ്രൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. തൻ്റെ പ്രണയം തന്നെ സ്നേഹിച്ചത് കൊണ്ടാവാം മുഖമെല്ലാം ചുവന്നിരുന്നു. അവൾ കിച്ചണിൽ കഞ്ഞി വയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് രുദ്രൻ പുറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. രുദ്രോ, അവൾ നേർത്ത ശബ്ദത്തോടുകൂടി വിളിച്ചു. എന്താ പൊന്നെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിൽ മുഖമുരസി. ബാക്കി എന്താ നടക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. CHSL എക്സാം എഴുതാൻ പോകുന്നവരും സ്ലോട്ട് എന്തായാലും കൊടുക്കണം കേട്ടോ. ഇല്ലാത്ത പക്ഷം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.